പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ല എന്നാവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നത് പരമാധികാര അവകാശമാണ്. അതിലൊരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അമിത് ഷാ വ്യക്തമാക്കി. सीए के कानून को भारतीय जनता पार्टी की सरकार लाई है, नरेंद्र मोदी सरकार लाई है. इसको रिपील करना असंभव है. हम पूरे देश को जागरूक करेंगे और रिपील करने वालों को कहीं पर स्थान ही न मिले इसी स्थिति होगी. CAA-ക്കെതിരായ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശത്തെ അമിത് ഷാ രൂക്ഷമായി വിമർശിച്ചു. അഭയം പ്രാപിക്കുന്ന വ്യക്തിയും നുഴഞ്ഞുകയറ്റക്കാരനും തമ്മിലുള്ള വ്യത്യാസം മമതാ ബാനർജിക്ക് അറിയില്ല എന്നായിരുന്നു വിമർശനം. पॉलिटिक्स करने के हजारों मंच है. प्लीज बांग्लादेश से आए हुए बंगाली हिंदुओं का अहित मत करिए. आप खुद बंगाली हैं. बांग्लादेश से जो बंगाली हिंदू आए हैं, इनको नागरिकता देने के लिए एक कानून है. ममता जी को मैं खुली चुनौती देता हूं, इस कानून की धारा में से किसी की नागरिकता छीनने की एक धारा वो बता दे सार्वजनिक रूप से. वो खौफ पैदा कर रही है, हिंदू और मुसलमानों के बीच में विखवाद कराना चाहती है, अपनी वोट बैंक का कंसोलिडेशन करना चाहती है. ममता जी, इसको मत रोकिए. करने जैसा काम है, घुसपैठ रोकिए. അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എന്തൊക്കെയാണ് അമിത് ഷാ പറയുന്നത്? വേണു, ഈ രാജ്യമാകെ തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഒരു പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പൗരത്വ ഭേദഗതി നിയമം അതൊരിക്കലും കേന്ദ്രം പിൻവലിക്കില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ആ ഒരു നിലപാട് വ്യക്തമാക്കിയത്. ഒപ്പം പറഞ്ഞത്, രാജ്യത്ത് ഇന്ത്യൻ പൗരത്വം ഉറപ്പാക്കുന്നത് ഞങ്ങളുടെ പരമാധികാര അവകാശമാണ്. അതിൽ തങ്ങൾ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അമിത്ഷാ പറയുകയുണ്ടായി. ഒപ്പം പ്രതിപക്ഷത്തിന്റെ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രത്തിനെതിരായ ആരോപണങ്ങളിലും അമിത്ഷാ പ്രതികരിച്ചിരുന്നു. അതിൽ മമതാ ബാനർജിയുടെ പ്രതികരണത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, തങ്ങൾ ബംഗാളിൽ അധികാരത്തിൽ വരികയും നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുകയും ചെയ്യുന്ന ദിവസം അത് വിദൂരമല്ല. പ്രീണന രാഷ്ട്രീയം നടത്തി നുഴഞ്ഞുകയറ്റം അനുവദിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് തൃണമൂലിനുള്ളത്. അഭയം പ്രാപിക്കുന്ന വ്യക്തിയും നുഴഞ്ഞുകയറ്റക്കാരനും തമ്മിലുള്ള വ്യത്യാസം മമതയ്ക്ക് അറിയില്ല എന്നുമായിരുന്നു അമിത്ഷായുടെ ഈ ഒരു പ്രതികരണം. എന്നാൽ ഈ കേജ്രിവാളിനെതിരെയും അമിത്ഷാ പ്രതികരിക്കുകയുണ്ടായി. അത് പറഞ്ഞത്, ഈ അഴിമതി പുറത്തു വന്നതോടുകൂടി കേജ്രിവാളിന് എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ടു എന്നായിരുന്നു അമിത്ഷാ പ്രതികരിച്ചത്. എന്തായാലും ഈ CAA-യിൽ നിന്നും പിന്മാറില്ല എന്ന് കേന്ദ്രം വീണ്ടും വ്യക്തമാക്കുകയാണ്. വേണു, ശരി, CAA-യിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അമിത് ഷാ. അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.